കേരളത്തിന്റെ സാമൂഹിക സാംസ്കാരിക മണ്ഡലത്തിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിച്ച തോപ്പിൽ ഭാസിയുടെ വിഖ്യാത നാടകം അശ്വമേധം ബഹ്റൈൻ കേരളീയ സമാജത്തിൽ പുനരവതരിപ്പിച്ചു. ബഹ്റൈൻ കേരളീയ സമാജം സ്കൂൾ ഓഫ് ഡ്രാമയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച നാടകത്തിൽ ബഹ്റൈനിൽ നിന്നും 50ഓളം കലാകാരന്മാർ അണിനിരന്നു. 50 വർഷങ്ങൾക്ക് മുൻപ് രോഗം ഒരു കുറ്റമാണോ എന്ന ചോദ്യം കേരളീയ സമൂഹത്തിന് മുൻപിൽ ഉയർത്തിയ KPSCയുടെ നാടകം അതേപടി പുനഃസൃഷ്ടിക്കുകയാണ് ചെയ്തത്. 1947 വികടയോഗി എന്ന നാടകം അവതരിപ്പിക്കാൻ ഒത്തുചേർന്ന മലയാളി കൂട്ടായ്മയായി രൂപം കൊണ്ട് ബഹ്റൈൻ കേരളീയ സമാജത്തിൽ കഴിഞ്ഞ 3 മാസത്തോളമായി നീണ്ടുനിന്ന റിഹേഴ്സൽ ക്യാമ്പിനു ശേഷമാണ് നാടകം അരങ്ങേറിയത്. നാടകത്തോടനുബന്ധിച്ച് ചലച്ചിത്ര താരം KPSC ലളിതയെ ആദരിച്ചു. ബഹ്റൈനിലെ നാടക പ്രവർത്തനങ്ങൾ തന്നെ വിസ്മയിപ്പിക്കുന്നതായും നാടകം അവിസ്മരണീയമായ ഒരു അനുഭവമായിരുന്നുവെന്നും KPSC ലളിത അഭിപ്രായപ്പെട്ടു. ശിവകുമാർ കുളത്തൂപ്പുഴ, ദിനേശ് കുറ്റിയിൽ, സേതുമാധവൻ, ശിവകുമാർ കൊല്ലറോത്ത്, ഷാജഹാൻ പത്തനാപുരം, ബിജു കൂട്ടോത്ത്, ഹൃദ്യ സുരേഷ്, ജയ ഉണ്ണികൃഷ്ണൻ, ലിൻഡ മനോഹരൻ, ജിത്യ ജയൻ, ഗണേഷ് മോക്കേരി, നന്ദകുമാർ എടപ്പാൾ, കാർത്തിക ഉണ്ണികൃഷ്ണൻ, സാന്ദ്ര ശിവകുമാർ, ഹൃത്തിക് ശിവ, നമിത നന്ദകുമാർ, മിജോഷ് മൊറോഴ എന്നിവർ വേഷമിട്ടു. PT തോമസ് സംഗീതവും ബിജു M സതീഷ് രംഗപടവും നിർവഹിച്ചു. കറുപ്പും വെളുപ്പും നിറങ്ങൾ സമന്വയിപ്പിച്ച രംഗപടവും ഗൃഹാതുരത ഉണർത്തിയ പാടിപ്പതിഞ്ഞ നാടക ഗാനങ്ങളും സദസ്സ് ആസ്വദിച്ചു. മോഹൻരാജാണ് നാടകം സംവിധാനം ചെയ്തത്. നമുക്കറിയാം, അശ്വമേധം എന്ന് പറയുന്ന നാടകം 1962 കേരളത്തിൽ KPSC അവതരിപ്പിച്ചത്. അന്ന് ആ നാടകം കേരള സമൂഹത്തിലുണ്ടാക്കിയിട്ടുള്ള സാമൂഹ്യ പരിവർത്തനത്തെക്കുറിച്ച് നമ്മളെല്ലാവരും ബോധ്യപ്പെട്ടിട്ടുള്ളതാണ്. ഈ ഒരു നാടകം അവതരിപ്പിക്കാനുള്ള കാരണം അതിൻ്റെ കാലികമായ പ്രസക്തിയാണ്. സ്കൂൾ ഓഫ് ഡ്രാമ ഈ വർഷത്തെ അതിൻ്റെ പ്രവർത്തനങ്ങളുടെ സമാപനം കുറിച്ചുകൊണ്ടാണ് ഈ നാടകം അവതരിപ്പിക്കാനുള്ള മറ്റൊരു കാരണം അശ്വമേധത്തിൻ്റെ 50ാം വാർഷികമാണിത്. ആദ്യമായിട്ട് അവതരിപ്പിച്ചതിന് ശേഷം 50 വർഷം പൂർത്തീകരിക്കുകയാണ്. ഈ നാടകം അതേ തനിമയോടുകൂടി അവതരിപ്പിക്കാനുള്ളൊരു ശ്രമമാണ് കഴിഞ്ഞ 1 വർഷമായിട്ട് സ്കൂൾ ഓഫ് ഡ്രാമയുടെ പ്രവർത്തകർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടി ഒരുപാട് പരിശ്രമങ്ങൾ ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. KPSCയുമായിട്ട് സഹകരിച്ചുകൊണ്ടാണ് ഈ നാടകം അവതരിപ്പിക്കുന്നത്. ഇതിൻ്റെ പശ്ചാത്തല സംഗീതം നിർവഹിച്ച ജോൺസൺ മാഷുമായിട്ട് ഞങ്ങൾ നിരന്തരം ബന്ധപ്പെടുകയും ഇതിൻ്റെ പശ്ചാത്തല സംഗീതത്തിനും അദ്ദേഹത്തിൻ്റെ നിർദ്ദേശങ്ങൾ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ KPSCയുടെ സെക്രട്ടറി അഡ്വക്കേറ്റ് ഷാജഹാൻ ഞങ്ങൾക്ക് ഒരു വളരെ പ്രശംസ എന്നുള്ള രീതിയിൽ ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഞങ്ങൾ അവതരിപ്പിക്കുന്ന നാടകത്തിൻ്റെ വീഡിയോ കോപ്പി KPSCയുടെ ആസ്ഥാനമായ കായംകുളത്ത് നിർമ്മിച്ചു വരുന്ന ആസ്ഥാന മന്ദിരത്തിൽ അവരുടെ വീഡിയോ ശേഖരത്തിൽ ഈ വീഡിയോ കോപ്പി അവരുടെ ചരിത്ര സ്മാരകമായിട്ടോ ഇല്ലെന്നുണ്ടെങ്കിൽ അതിൽ ഉൾപ്പെടുത്തും എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയൊരു അംഗീകാരമായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. ഈ നാടകത്തിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് പറയുമ്പോൾ പ്രഗത്ഭരായിട്ടുള്ള നടീനടന്മാരാണ് ഇതിൻ്റെ പിന്നിൽ അണിനിരക്കുന്നത്. അതുപോലെ തന്നെ ഇതിലെ കലാകാരന്മാരോടൊപ്പം തന്നെ മറ്റ് ആർട്ടിസ്റ്റുകളും അതിൻ്റെ സാങ്കേതിക വിഭാഗം കൈകാര്യം ചെയ്യുന്നവരും ബിജു M സതീഷ്, ദിനേഷ് മാവോ തുടങ്ങിയിട്ടുള്ള എല്ലാ പ്രഗത്ഭരായ കലാകാരന്മാരും ഇതിൻ്റെ പിന്നിൽ എന്നോടൊപ്പം പ്രവർത്തിക്കുന്നുണ്ട്. KPSCയുടെ ചരിത്രം മുതൽ അശ്വമേധത്തിൻ്റെ ചരിത്രം പഠിക്കാനുള്ളൊരു ശ്രമം നടത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ നാടകം 82ലോ 83ലോ ബഹറിൽ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളതാണ്. അന്ന് കണ്ടിട്ടുള്ള ആളുകൾ ഇപ്പോഴും ബഹറിലുണ്ട്. അവരുമായിട്ട് സംസാരിക്കുകയും ഈ നാടകത്തിൽ അവരുടെ ഓർമ്മയിലുള്ള ചില സീനുകൾ അവർ പറഞ്ഞു തരികയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവിടെ നാടകം കണ്ടിട്ടുള്ളവർ ബോധ്യപ്പെട്ടിട്ടുണ്ടാകും, നമ്മൾ ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമകൾ കണ്ടിട്ടുണ്ട് 60 കാലഘട്ടത്തിൽ. ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് നാടകം രംഗത്ത് അവതരിപ്പിക്കാൻ കഴിയുമോ എന്നുള്ളതിൻ്റെ ഒരു ശ്രമമാണ് ഈ അശ്വമേധം. അപ്പോൾ നമ്മുടെ ഓർമ്മയിൽ തങ്ങി നിൽക്കുന്ന ഒരു അശ്വമേധ നാടകം അതിനൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ്
ടോൺ കൊടുക്കാനുള്ള ഒരു ശ്രമം ഈ നാടകത്തിൽ നടത്തിയിട്ടുണ്ട്. ഓപ്പറേഷന്റെ കാര്യം പറഞ്ഞത് ഭാര്യയ്ക്കോ അതോ ഭർത്താവിനോ? നോക്ക്, കല്യാണത്തിന് മുൻപ് ചിത്രം പൂർത്തിയാക്കി എനിക്ക് സമ്മാനിക്കുമെന്നാണ് നിന്റെ കരാറ്. നിന്റെ മട്ട് കണ്ടിട്ട് കല്യാണം തന്നെ മാറ്റിവെക്കേണ്ടി വരുമെന്ന് തോന്നുന്നു. ഞാൻ വേഗം വരച്ച് പൂർത്തിയാക്കാൻ ചേട്ടാ. നിങ്ങൾക്ക് കുഷ്ഠരോഗമുണ്ട്. അയ്യോ ഇല്ല, എനിക്ക് കുഷ്ഠരോഗമില്ല. ലക്ഷ്മി, എന്താണ് ലക്ഷ്മിക്ക്? നിങ്ങൾ എന്തിനാണ് ഈ മന്ത്രവാദം ചെയ്യുന്നത്? ഇങ്ങനെ പറയാതെ ലക്ഷ്മി. പെൺപിള്ളേർ നാലെണ്ണമാണ് പ്രായമായി നിൽക്കുന്നത്. ഒരു ഭാരം ഒഴിയണമെന്ന് കരുതി ഇരിക്കുമ്പോഴാണ് ആ ദ്രോഹി കുഷ്ഠരോഗ ആശുപത്രിയിൽ കയറി കിടക്കുന്നത്. അവൾക്ക് കുറച്ച് പാഷാണ് മേടിച്ച് ബാക്കി മൂന്നെണ്ണങ്ങൾക്കും കൊടുത്ത് ഇത് ചെയ്യരുതായിരുന്നു. അല്ലെങ്കിൽ അവർക്ക് ശാസിതായിരുന്നു. കൽപ്പിച്ചതേ നടക്കൂ ലക്ഷ്മി. എന്റെ ദുരിതം തീരാനുള്ളതല്ല. കുഞ്ഞുങ്ങൾ മൂന്നെണ്ണേ മടിയിൽ കിടന്ന് മരിച്ചു. പാപം ചെയ്തൊരു ജീവൻ ഇനി ഈ വയറ്റിൽ വളരുന്നുണ്ട്. ഡോക്ടർ സർ, ഞാനൊരു വിവരം ചോദിച്ചു കൊള്ളട്ടെ? ചോദിക്കാം. രോഗം ഒരു കുറ്റമാണോ? ശാസ്ത്രത്തിൽ തോൽവിയില്ല സരോജം. എന്നാൽ അതിലൊട്ടനവധി രക്തസാക്ഷികളുണ്ട്. Swamita